ഇന്നിപ്പോ നമ്മളെ സ്വലാത്തും തസ്ലീമും ഇത് ചൊല്ലണോന്ന് തർക്കമുണ്ടാക്കുന്ന ആളുകൾ ഈ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് എന്ന് പറയണ്ട എന്ന് പറഞ്ഞു വരുന്നവരുണ്ട്. ശ്രദ്ധിക്കണം. ഈ ദിവസത്തിന് തന്നെയാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠത. അങ്ങനെ തന്നെ വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ മൗലിദ് ഓതേണ്ടത്. ഞാൻ ഈ അടുത്ത് കേട്ട ഒരു ചർച്ചയിൽ നേരത്തെ പ്രസംഗിച്ച മൗലിയാരുണ്ടല്ലോ, സ്വലാത്തും തസ്ലീമും വേണ്ട, അദ്ദേഹത്തിന്റെ ശിഷ്യനായ വേറൊരു സഖാഫി അദ്ദേഹം പറയുന്ന ഒന്ന് കേട്ടു നോക്കൂ നിങ്ങൾ. റബീഉൽ അവ്വലിന്റെ ഈ മഹത്തായ രാവിനെ സംബന്ധിച്ച് ഇതേണ്ട അതിലെല്ലാം പ്രശ്നങ്ങളുണ്ട്. റബീഉൽ അവ്വൽ 12 രാവിൽ മുത്തുനബിയോടുള്ള മഹബത്തിന്റെ പേരിൽ ആ ദിവസം സൽക്കർമ്മങ്ങൾ ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. റസൂലുള്ളാഹിനോട് ജനിച്ച ദിവസമാണല്ലോ എന്ന നിലക്ക് കുറെ സലാത്ത് ചെല്ലുന്നു മഹബത്തിന്റെ പേരിൽ, അതിന് കുഴപ്പമില്ല. ശൈലിപ്പുള്ള മഹബത്തിന്റെ പേരിൽ ആ രാവിനെ പ്രത്യേകം ബഹുമാനിച്ചാദരിച്ച്, അപ്പൊ അങ്ങനെ ആ രാവിനൊരു പ്രത്യേകവും ബഹുമാനവും ആദരവും ശറഅ് പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആ രാവിനെ പ്രത്യേകം ബഹുമാനിച്ചാദരിക്കുന്നത് ബിദ്അത്താവും. അതേസമയത്ത് മഹബത്തിന്റെ പേരിൽ ഒരു സൽക്കർമ്മം ചെയ്യുക, അതുപോലല്ല ഒരു രാത്രിയെ പ്രത്യേകം ബഹുമാനിച്ചാദരിക്കുക എന്നുള്ളതും ഒരു രാത്രിയിൽ സൽക്കർമ്മം ചെയ്യുക എന്നുള്ളതും തമ്മിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾ റസൂലുള്ള ജനിച്ച ദിവസമാണ്, അവിടുത്തെ മഹബത്തിന്റെ പേരിൽ ഒരു 100 സലാത്ത് ഒരു ദിവസം ചെല്ലുന്നു, റബീഉൽ അവ്വൽ 12 ചെല്ലുന്നു, അല്ല എല്ലാ തിങ്കളാഴ്ചയും ചെല്ലുന്നു, ചെല്ലിക്കോ, കുഴപ്പമൊന്നുമില്ല. അതേ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് കൊണ്ട് ഈ ദിവസത്തിനൊരു പ്രത്യേകം ബഹുമാനവും ആദരവും ഉണ്ട് നിങ്ങൾ വിചാരിച്ചാൽ അത് ബിദ്അത്തായി. അതാണ് പ്രശ്നം. നിങ്ങൾ പ്രശ്നാർത്ഥങ്ങൾ ഇത് വലിയ ഒരു അപകടകരമായ അവസ്ഥയിലേക്ക് ചിലർ ഈ വിഷയത്തെ കൊണ്ടുപോകുന്നുണ്ട്. അതാണ് നമ്മളത് ഓർമ്മപ്പെടുത്താൻ കാരണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷം നടത്തിയവരായിരുന്നു കേരളത്തിലെ വഹാബികൾ ആദ്യകാലത്ത്. മൗലവിയുടെ സൽസബീലൊക്കെ നമ്മൾ കണ്ടതാ. പക്ഷെ പിന്നീട് അവര് മാറ്റിമറിച്ചു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷം ബിദ്അത്താണ് എന്ന് പറഞ്ഞു. അത് നമ്മള് പ്രാമാണികമായി അതിനെതിരിൽ അതിശക്തമായി തന്നെ പറഞ്ഞ് നബിദിനാഘോഷം സ്ഥിരപ്പെടുത്തി. നബിദിനാഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതാരാ? അത് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം സുയൂത്തി റഹിമഹുല്ലാ ഇത് പറയാൻ വേണ്ടി ഒരു കിതാബ് തന്നെ രചിച്ചു, ഹുസ്നുൽ മഖ്സദ് ഫീ അമലിൽ മൗലിദ്. അതിൽ മഹാനവർകൾ പറഞ്ഞു, ജന്മദിനാഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. അതാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം 40 വയസ്സായതിനു ശേഷം അവിടുത്തെ ജന്മദിനത്തിൽ പ്രത്യേകം സന്തോഷിച്ച് മൃഗത്തെ അറുത്തു എന്നും ഫയുസ്തഹബ്ബു ലനാ, അതുകൊണ്ട് തന്നെ ആ ദിവസം നമുക്ക് പ്രത്യേകമായി ആഘോഷിക്കണമെന്നും അത് നമുക്ക് സുന്നത്താണെന്നും ലോകത്ത് പഠിപ്പിച്ചത് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ഇമാമീങ്ങളാണ്. ആ ഇമാമീങ്ങളിൽ ഏറ്റവും മുന്നിൽ നിന്ന ആളാണ് ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു. മഹാനവറുകളുടെ വാക്കുകൾ, ഫളഹറ ലി തഖ്രീജുഹു അലാ അസ്ലിൻ ആഖർ. നബിദിനാഘോഷത്തിന് ഒരുപാട് തെളിവുകളുണ്ട്. എന്റെ അടുക്കൽ വേറൊരു തെളിവുണ്ട്. വഹുവ മാ ഖറജഹുൽ ബൈഹഖി. അത് ഇമാം ബൈഹഖി ഉദ്ധരിച്ചതാണ്. അൻ അനസ് റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അഖാ അൻ നഫ്സിഹി ബഅദ നുബുവ. നുബുവത്തിന് ശേഷം അവിടുത്തെ സ്വശരീരത്തിന് വേണ്ടി അറവ് നടത്തി. ഖദ് വറദ അന്ന ജദ്ദഹു അബ്ദുൽ മുത്തലിബ് അഖ അൻഹു ഫീ സാബിഇ വിലാദതിഹി. അഖീഖയാണ് അത് എന്ന് പറയാൻ പാടില്ല. കാരണം അഖീഖ എന്ന അറവ് 7-ാം ദിവസം പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ഫയുഹ്മലു അലാ അന്നല്ലദി ഫഅലഹു നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ്ഹാറു ശുക്ർ അലാ ഇജാദില്ലാഹി തആല ഇയ്യാഹു റഹ്മത്തൽ ലിൽ ആലമീൻ. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് അറവ് നടത്തി ഉദ്ഘാടനം ചെയ്തത് അത് അവിടുത്തെ ജന്മദിനത്തിലുള്ള സന്തോഷമാണ്. വതശ്രീഅൻ ലി ഉമ്മത്തിഹി. ഈ ജന്മദിനാഘോഷം അവിടുത്തെ ഉമ്മത്തിന് ശറഅക്കിയതുമാണ്. കേട്ടോളൂ, ഫയുസ്തഹബ്ബു ലനാ, അതുകൊണ്ട് തന്നെ നമുക്ക് സുന്നത്താണ്. ഐലൻ ഇൽഹാറു ശുക്രി ഫി ബിമൗലിദിഹി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം സന്തോഷം പ്രകടിപ്പിക്കണം. ബിജിത്തിമായി ആളുകൾ ഒരുമിച്ച് കൂടണം. വയുത്വാമി ത്വാം, ഭക്ഷണം വിതരണം ചെയ്യണം. വഇദ് വനഹ്വിദാലിക മിൻ വുജൂഹിൽ ഖുർബാത്ത്, മറ്റ് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണം. വഇദ്ഹാരിൽ മസറാത്ത്, സന്തോഷങ്ങൾ അത് പ്രകടമാകുന്ന രൂപത്തിൽ ലൈറ്റുകളും ബൾബുകളൊക്കെ അവിടെ വേണം. ഇത് വഹാബി വന്നപ്പോൾ നമ്മൾ കിതാബ് വായിച്ച് സ്ഥിരപ്പെടുത്തിയതാണ്.
ഇപ്പൊ പഴയ കാലത്ത് വഹാബി പറഞ്ഞ ആശയം ചില ആളുകൾ ഇബ്നു തൈമിയ്യയുടെ വാക്കുകളിലേക്ക് മടങ്ങിയിട്ട് ആ രാവിനൊരു പ്രത്യേകത, ആദ്യഘട്ട രാവിനൊരു പ്രത്യേകത ഒന്നുമില്ല, വേണമെങ്കിൽ അന്ന് 100 സ്വലാത്തൊക്കെ ചൊല്ല, അങ്ങനെയല്ല അഹ്ലുസുന്നയുടെ വാദം. അഹ്ലുസുന്നത്തി വൽ ജമാഅ രേഖപ്പെടുത്തുന്നത് കണ്ടോളൂ. മിൻ ആദാബിൽ മുഹിബ്ബി, ഇതൊക്കെ നേരത്തെ രേഖപ്പെടുത്തിയ ഗ്രന്ഥല്ലേ. തദ്കിറത്തുൽ മുഹിബ്ബീൻ ശർഹു അസ്മാഇ സയ്യിദിൽ മുർസലീൻ, ഹിജ്റ 800 രചിക്കപ്പെട്ട ഗ്രന്ഥം. അശ്ശൈഖ് അബൂ അബ്ദുല്ലാ മുഹമ്മദ് ഇബ്നു ഖാസിം റസ്സാ തങ്ങളുടെ ഗ്രന്ഥം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയ 500-600 കൊല്ലം മുമ്പുള്ള ഗ്രന്ഥം അത്. ഇതിൽ പറയാണ് മിൻ ആദാബിൽ മുഹിബ്ബി ലിഹാദൻ നബിയ്യു ശരീഫ്, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടപ്പെടുന്ന മുഹിബ്ബിന്റെ അദബുകളിൽ പെട്ടതാണ് അയ്യകൂന മുഅല്ലിമൻ ലിലൈലത്തി മീലാദിഹി. നീ എന്താ വേണ്ടത്? അയ്യകൂന, അവനാകണം, മുഅല്ലിമൻ, ആദരിക്കുന്നവനാകണം, ലിലൈലത്തി മീലാദിഹി, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മീലാദിനെ. നീ എന്താ അതിലും വലിയ തെളിവ് നമുക്ക് വേണ്ടത്? ലൈലത്ത് മീലാദിഹി, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ആ രാത്രി, വലിൽ യൗമില്ലദീ അദ്ഹറല്ലാഹു ഫീഹിൽ ആഖിബ ലിഅംബിയാഇഹി, ആ രാവും അതിനോട് തൊട്ടടുത്ത് വരുന്ന പകലും. കാരണം സുബഹിക്ക് തൊട്ട് മുമ്പാണ് ആര് ജനിക്കുന്നത്? ത്വഹ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊരു അസുഖമാണ്. ബിദ്അത്ത് എന്നത് ഇബ്ലീസ് പുതിയ വേർഷനായിട്ട് ഇങ്ങനെ ഇറക്കും. അത് നമ്മൾ ശ്രദ്ധിക്കണം. നേരത്തെ വലിയ തലപ്പാവട്ടിയ ആളാണെന്ന് പറഞ്ഞ് 40 വയസ്സ് വരെ എന്താന്ന് ചോദിച്ച്, അപ്പൊ ശ്രദ്ധിക്കണം. നോക്കൂ നിങ്ങൾ, ഇവിടെ പിന്നെ ഇതേ ചോദ്യം ഇതിപ്പോ ഒരാൾ ചോദിച്ചതല്ല, വേറൊരു സഖാഫി ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ ശംസുൽ ഉലമ പഠിപ്പിച്ച ആദർശത്തിൽ നിന്ന് മാറിയപ്പോ എല്ലാ വിഷയത്തിലും ഇത് സംഭവിച്ചു പോയതാണ്. പറഞ്ഞില്ലേ, സ്വലാത്തും തസ്ലീമിന് ഒഴിവാക്കാണ്. കുറച്ചിങ്ങോട്ട് വന്നാൽ ആ രാത്രിക്ക് പ്രത്യേകമൊന്നുമില്ല എന്ന് പറയാണ്. നേരെ അതിനെ ഗണ്ണിച്ചാണ് ഇമാമിങ്ങൾ എഴുതുന്നത്. അയ്യകൂന മുഅല്ലിമൻ ലിലൈലത്തി മീലാദിഹി വഹിയ അൽ-ലൈലത്തു സാനി അശറ മിൻ റബീഇൽ അവ്വൽ അല സ്വഹീഹ്. എല്ലാവരും അംഗീകരിക്കുന്ന അഭിപ്രായം അനുസരിച്ച് റബീഉൽ അവ്വൽ 12-നാണ്. ഫയംബഗി ലികുല്ലി ഷായിഖിൻ വമുഹിബ്ബിൻ അൻ യുദ്ഹിറ സുറൂറ വൽ ബിശാറ ഫീ തിൽക്കൽ ലൈല വസുബ്ഹതിഹാ. ആ രാവിലും അതിന്റെ പകലിലും അതിന്റെ പ്രത്യേകിച്ച് ജനിച്ച സമയത്തൊക്കെ പ്രത്യേകം സന്തോഷം പ്രകടിപ്പിക്കണം. അതെല്ലാ മുഹിബ്ബീങ്ങൾക്കും പ്രത്യേകം അനിവാര്യമാണ്. അന്നത്തെ ദിവസം മക്കൾക്കും ഭാര്യക്കും ഒക്കെ നല്ല വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കണം, നല്ല ഭക്ഷണങ്ങൾ എത്തിച്ചു കൊടുക്കണം. അവർക്കൊക്കെ സന്തോഷം കൊടുക്കണം. അവരെ പഠിപ്പിക്കുകയും വേണം. അന്നഹു ഇന്നമാ ഫഅല ദാലിക മഹബ്ബതൻ ലിതിൽക്കൽ ലൈല. ഈ ഭക്ഷണം വാങ്ങിത്തന്നതും ഈ ഡ്രസ്സ് വാങ്ങിത്തന്നതും മോനെ ഈ രാത്രിയോടുള്ള പ്രത്യേകമായ ആദരവാണ് ഇതിന്റെ കാരണം ഈ രാത്രിയിലാണ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. വഅതിനാഅൻ ബിഫദ്ലിഹാ, ഈ രാത്രിയുടെ പ്രത്യേകത മനസ്സിലാക്കണം എന്ന് പഠിപ്പിച്ചു കൊടുക്കണം. വയുബയ്യിന ലഹും, ഇത്തരം ആളുകൾ വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഇമാം അവറുകൾ പറയാണ്, ഓർക്ക് വിശദീകരിച്ചു കൊടുക്കണം. അന്നഹാ അഷ്റഫുൽ ലയാലി ഇൻദല്ലാഹ്, രാത്രികളിൽ ഏറ്റവും പ്രത്യേകത ഉള്ള രാത്രിയാണ്. ലിഅന്നഹു ഉലിദ ബിഹാ റസൂലുള്ളാഹ്, ആ ദിവസമാണ് ആര് ജനിച്ചത്? ത്വഹ റസൂലുള്ളാഹ്. അപ്പൊ ആ രാവിലെ പ്രത്യേകത. അതാ വേറൊരു വാദം കൂടി ഉണ്ട്, അതന്നെ കേട്ടോളി. വേറൊരു കോട്ട് സക്കാഫ് ഉണ്ടല്ലോ അയാൾ. പിന്നെ ഈ നബിദിനാഘോഷത്തിലെ ചില ആളുകൾ ഒരു പ്രത്യേകമായ ഒരു ഇബാദത്തായി ആരെങ്കിലും പരിഗണിക്കുകയും അതിനൊരു ഇബാദത്തായി കാണുകയും ചെയ്യുകയാണെങ്കിൽ അത് തെറ്റാണ്, അത് തശ്രീയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ റബീഉൽ അവ്വൽ 12-ന് വലിയ മഹത്വമുള്ള ദിവസമാണ് എന്ന് ചില ആളുകളൊക്കെ അവരുടെ കാഴ്ചപ്പാടുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ പറയണമെന്ന നിർബന്ധമൊന്നുമില്ല. അതുപോലെ തന്നെ റബീഉൽ അവ്വൽ 12-ന് 11-ന് ഇല്ലാത്ത ഒരു പ്രതിഫലം ഏതെങ്കിലും ഒരു കർമ്മത്തിനുണ്ട് എന്നോ, അല്ലെങ്കിൽ 11-ന് ചെയ്യാൻ സുന്നത്തില്ലാത്തൊരു കാര്യം പ്രത്യേകമായ സുന്നത്താണ് 12-ന് എന്നോ, ഇതൊന്നും നമ്മൾ ആരും പറയുന്നില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ അതൊക്കെ പ്രത്യേകമായ തശ്രീകളാണ്, അത് പുതിയതുണ്ടാക്കലാണ്, അത് ബിദ്അത്ത് മുൻകറത്തിന്റെ നേരെ വഹാബിസത്തിലേക്കാണ് പോവാണ്.
11-നില്ലാത്ത ഒരു പ്രത്യേകത 12 ഉണ്ടെന്ന് വിശ്വസിച്ചാൽ അത് ബിദ്അത്ത് മുങ്കറയാണ്. ആരാ പറയുന്നത്? ഇവരെ മുഖാമുഖ വേദികളിലൊക്കെ വരുന്ന ഒരു സഖാഫി യൂട്യൂബർമാരൊക്കെ ഉണ്ടല്ലോ, അതിന്റെ കൂട്ടത്തിലുള്ള ഹെഡായ ആളാ. അപ്പൊ ഇവരെ ഒരുമിച്ച് ബിദ്അത്തിലേക്ക് പോയി എന്നത് വളരെ വ്യക്തം. അതിനാണ് ഞാൻ കിതാബിൽ നിന്നെടുത്ത് വായിച്ചത്. ആ രാത്രിയിൽ ചെയ്യേണ്ട കാര്യം, ആ പകലിൽ ചെയ്യേണ്ട കാര്യം അതാ വയുബയ്യിനലഹും, കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. കാരണം ഈ സാധനങ്ങൾ വരും. എന്താ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? അത് അഷ്റഫുൽ ലയാലി ഇൻദല്ലാഹ് എന്ന് പഠിപ്പിച്ചു കൊടുക്കണം. മാത്രമല്ല വയംബഗി ലക, മഹാൻ തുടരുകയാണ്, നൂറുകണക്കിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കിതാബല്ലേ ഇതൊക്കെ. വയംബഗി ലക അൻ തുസയ്യിനൽ ഔലാദ് ഫീ ദാലികൽ യൗമി ബിഅഹ്സനി സീനതിഹിം. 11-നില്ലാത്ത പ്രത്യേകത തന്നെയാണ് അത് 12-ന്. ഈ മാസം മൊത്തം പ്രത്യേകത ഉണ്ട്, പക്ഷെ 12-ന് പ്രത്യേക ഉണ്ട്. അതാ മഹാൻ പറയുന്നുണ്ടില്ലേ, വയംബഗി ലക, നിനക്ക് അനിവാര്യമാണ്, നിർബന്ധമാണ്, നിർബന്ധമൊന്നുമില്ലാന്നോ അങ്ങനെ തന്നെ പറയുന്ന വേണം. അൻ തുസയ്യിനൽ ഔലാദ്, മക്കളെയൊക്കെ നല്ല ഭംഗിയാക്കണം. ഫീ ദാലികൽ യൗം, ആ 12-ന്റെ ദിവസം അങ്ങനെ തന്നെ. ബിഅഹ്സനി സീനതിഹിം, നല്ല ഡ്രസ്സുകൾ അവർക്ക് വാങ്ങിക്കൊടുക്കണം. വതുദ്ഖില സുറൂർ ബിമാ അംകന അലാ മുഅല്ലിമിഹിം, അവരെ പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്കും സന്തോഷം കൊടുക്കണം. വതുസയ്യിനൽ മകാത്തിബ്, അന്ന് മദ്രസകളും പള്ളിക്കൂടങ്ങളും ഭംഗിയാക്കണം, ചമയിപ്പിക്കണം. ബിമാ തജൂസു ബിഹി സീനത്തു ശർഅ, ശർഇൽ ഏതെല്ലാം ഭംഗിയാക്കാൻ പറ്റിയ എന്തൊക്കെയുണ്ടോ അതുകൊണ്ടെല്ലാം ഭംഗിയാക്കണം. വയുദ്ഹിറു, അതുകൊണ്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. ഇസ്ലാമിന്റെ ഇസ്സത്തടക്കം അവിടെ വരും. കാരണം ഇസ്ലാം എന്നതിന്റെ അടിത്തറ അത് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു. അപ്പൊ നമ്മളാ പഴയ സുന്നിമതി, ശംസുൽ ഉലമ പഠിപ്പിച്ച സുന്നി. ആ സുന്നിയിൽ 12-ന് പ്രത്യേകതയുണ്ട്.